അച്ചച്ചൻ മരിച്ചിട്ട് കൊല്ലം തികയുന്ന ദിവസമായിരുന്നു കേട്ടോ. വ്യാഴാഴ്ച, അതായത് മൂന്നാമത്തെ കൊല്ലം തികച്ചിലായിരുന്നു. അപ്പം ഒന്ന് പുലർച്ചയ്ക്ക് അമ്മയും വലിയമ്മയും മാമന്മാരെല്ലാവരും കൂടെ പോയിട്ട് ബലിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ടാണെങ്കിൽ മാമൻ്റെ വീട്ടിൽ വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേട്ടൻ വർക്കിനൊക്കെ പോയി വന്ന് ഞങ്ങൾ ഒരു 7 മണിയാകുമ്പോഴേക്ക് നേരെ വീട്ടിലേക്ക് എത്തി. നേരെ ഏട്ടൻ്റെ അവിടെ ബേഗും കാര്യങ്ങളൊക്കെ വെച്ചു നേരെ മാമൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ പൊന്നത്താട്ടയൊക്കെ നാടൻ കോഴി റെഡിയാക്കണ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബ്രോയിലർ കോഴി ഉണ്ടായിരിക്കും, അത് കറിയായിട്ട് റെഡിയായി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാടൻ കോഴിയാണ് മെയിൻ ഹൈലൈറ്റ്. വെച്ച് കൊടുക്കുമ്പോൾ അതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കാൻ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മമ്മ തുമ്പിക്കുട്ടിക്ക് ചെറുപഴം കൊടുന്നു കൊടുക്കുന്നുണ്ട്. കാരണം 10 മണി 10:30 ആവും നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ, അപ്പോൾ അതുവരെ വിശന്നിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചക്കരക്കുട്ടിയുടെ പുതിയ വണ്ടിയൊക്കെ സ്വത്തേട്ടൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തേ ഞങ്ങനും തുമ്പിക്കുട്ടി അമ്മയും കൂടി പിന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ മാമൻ്റെ അവിടെ അവൾക്ക് ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. പിന്നെ ഞാൻ ബോറടിച്ച് കുത്തിരുന്നപ്പോൾ കുറച്ച് ലൈറ്റ് വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം റെഡിയായി പറഞ്ഞപ്പോൾ തിരിച്ച് മാമൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്ക് റൂമിൽ ഇലയൊക്കെ വിരിച്ചിട്ട് എല്ലാം വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വിളമ്പിയിട്ട് പിന്നെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും നമ്മൾ നേർന്ന് തൊഴുത് പ്രാർത്ഥിക്കും. പിന്നെ ഒരു 10-20 മിനിറ്റിന് ശേഷമായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ അതിലായിട്ട് ഞങ്ങൾക്ക് നേരെ ഇരുട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു. അപ്പോൾ അതേ ദോശയും ചിക്കൻ കറിയും നെയ്യപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. പിന്നെ കുട്ടികളൊക്കെ സിറ്റൗട്ടില്ല ഹാളിലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ച് 10-20 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് പോകണം, കാരണം പിറ്റേന്ന് രാവിലെ അതിലായിട്ട് വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.